ഹായ് ഗൈസ്, അപ്പം ഇന്നൊരു ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊന്ന് കാണിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് ഞാൻ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്നാക്കണമെങ്കിൽ ഗോതമ്പ് കുക്കറിൽ 2 അടി ഇടിച്ചാൽ മതി, വെന്തോളും. പിന്നെ കുറച്ചുകൂടെ ചീര, ക്യാരറ്റ്, സവാള ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ബീൻസൊക്കെ എടുക്കാം. പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല, മൂക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിച്ച് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടാൻ മറക്കരുത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഗോതമ്പ് നുറുക്കി വേവിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. അപ്പം അങ്ങനെ ഇടുന്ന ആൾക്കാർ ഉപ്പ് നോക്കി വേണം ഇടാനും. അതിനുശേഷം ഗോതമ്പ് നുറുക്കി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുള്ള വെള്ളം മൊത്തം ഞാൻ വറ്റിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഗോതമ്പ് നുറുക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇത്തിരി വെള്ളം ഉണ്ടാവും, അതിൽ കിടന്ന് വെന്തോളും. ഈ ചീര ഇടുന്ന സംഭവം ഞാൻ പഠിച്ചത് വേറെ ആരും ചീര ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇത് കണ്ടത് അംഗൻവാടിയിൽ നിന്നാണ്. അംഗൻവാടിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ അവർ ചീര ഇട്ടിട്ടാണ് കൊടുക്കാറ്. അപ്പം അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഈ ചീര ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ആ ചുവന്ന കളറൊന്നും വരില്ല, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വിറ്റാമിനൊക്കെ കിട്ടുകയും ചെയ്യും, നല്ലതായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ.